റേറ്റ് ഇത്തിരി കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി മാതാ സ്റ്റുഡിയോസ്. ഊട്ടിയിലെന്നല്ല, ഏത് കാട്ടിലും ചോദിച്ചാലും ഞങ്ങളെ പറ്റി പറയും. എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് കാണാമല്ലോ. ആ ശരി. നമസ്കാരം. 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 കഴിഞ്ഞ ബുധനാഴ്ച YMC ഹാളിൽ കല്യാണ ഫോട്ടോ എടുക്കാൻ വന്നത് നിങ്ങളല്ലേ? അതെ. ഒരു സമ്മാനം കൊണ്ട് വന്നതാ. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് ഒന്നാ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് കല്യാണ ആൽബം അല്ലേ? അതെ, തുറന്നു നോക്കിയാട്ടെ. ഒക്കെ നല്ല മിടുക്കി കുട്ടികളാണല്ലോ. ആരാണ് ഇവരൊക്കെ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഇവരൊക്കെ ആരാ? അത് കൊള്ളാം. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ലെന്ന് വെച്ചാ? ഞങ്ങൾക്കും അറിയില്ലെന്ന്. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്തൊക്കെയായാലും സുന്ദരിമാരായി. ഇതാണ് മേരി മാതാവിന്റെ പ്രത്യേകത. ആഹാ. ഏത് വിരൂപരെ ഫോട്ടോ എടുത്താലും കാണാൻ സുന്ദരന്മാരായിരിക്കും. കണ്ണുപൊട്ടന്മാരെ ഫോട്ടോ എടുത്താൽ കാഴ്ചയുള്ളവരായിട്ട് തോന്നും. ഓഹോ. എന്തിന്? പിച്ചക്കാരെ ഫോട്ടോ എടുത്താൽ സാറിനെ പോലെ ഇരിക്കും. 3000 രൂപ ഒന്ന് ഫോട്ടോ എടുപ്പിച്ചാണ്. ഇത് പെണ്ണിന്റെ ചെറുക്കന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാവും. തരാമല്ലോ. ഇതാ കണ്ടോ, ഒത്തുചേരലിന്റെ കൈകോർക്കൽ. എന്തൊരു ഭാവനാ സമ്പന്നം. ഒരു ഫോട്ടോയിൽ പോലും കല്യാണ പെണ്ണിന്റെ മുഖമില്ല, ചെറുക്കന്റെ മുഖമില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, മുല്ലപ്പൂ ചൂടിയ പിൻഭാഗം തലയുടെ. ഈ പിൻഭാഗത്തിനുണ്ടൊരു സൗന്ദര്യം. ഇതാ മിന്നിന്റെ ക്ലോസപ്പ്, മനോഹരമായ ചെവിയുടെ ക്ലോസപ്പ്. ഇത്രയൊക്കെ ആയ പിന്നെ എന്തിനു മുഖം? ഇത് കലാപരമല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിന്റെ ഒരു കലാപരം സത്യമായിട്ട് എടുത്തത് ഞാനല്ല. എന്നെ മുസ്തഫ. ഞാൻ പാവമാണ്. മുസ്തഫയാണ്. ഹലോ. ആളടിക്കാൻ വരുമ്പോ പഞ്ചാര അടിക്കാനുള്ള കൊല്ലം. സൈക്കിളിൽ കിട്ടി മുസ്തഫ. മുസ്തഫ ഒരു സംസ്ഥാന സമ്മേളനത്തിലുള്ള ആൾക്കാർ പുറകെ വരുന്നുണ്ട്. ഉള്ളി ചാടിക്കാറ്. വണ്ടി സാർ, ഞാൻ വേണ്ടാ പോയത്. എക്സ്ക്യൂസ് മീ, ഞാനൊരു സത്യം പറഞ്ഞാൽ സാർ എന്നെ ഇവിടുന്ന് ഗെറ്റൗട്ട് അടിച്ചരുത്. അങ്ങേ പോലെ ഇത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലേ? എവിടെ ഇങ്ങനെയുള്ള ഒരാളെ ഈ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത്. അല്ലേ സാറേ? ഞാനതെ നിങ്ങളെ പോലെ സ്നേഹമുള്ളവരെ ആദ്യമായിട്ട് കാണുക. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. താങ്ക് യു. എന്റെ ഒരു താങ്ക് യു. എല്ലാം കൂടെ ഞാൻ താങ്ങൂ. സാർ എന്തിനെ പറയുന്നൊക്കെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. സാറിന്റെ എല്ലാ പ്രശ്നം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? സാർ നെല്ലോട് പറഞ്ഞേ. വാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി കുടിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് മാൻ. കാല് മടക്കി വേടാത്തേണ്ടി. വാസു അണ്ണൻ. ഞാനോ? വാസു. വാസണ്ണൻ പാവല്ലേ സാറേ? കാര്യം ആള് ചറ്റയാണെങ്കിലും ഇപ്പൊ പറഞ്ഞതില് കാര്യമുണ്ട്. സാറ് ഞങ്ങനെ കുടിക്കരുത്. അത് നല്ലതല്ല. നല്ലതും ചീത്തയും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളെല്ലാം കുടിക്കണം. പക്ഷെ കൺട്രോൾ വേണം. എനിക്ക് നല്ല കൺട്രോൾ അല്ലേ? ഡോണ്ട് വറി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ലേ നോ പ്രോബ്ലം. നീ ഇതിന്റെ ഉള്ളിൽ അടങ്ങൂലിടണ്ടേ? അകത്തു പോയി അയാളോട് എന്തെങ്കിലും കടിച്ചു പറയാൻ തരാൻ പറ. ഇനി കൊടുത്ത പ്രശ്നം ഒരു പ്രശ്നമില്ല. നീ പോ. ഞാൻ പോവല്ലേ?
സാറ അവനൊരു പാവ. എന്നെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചങ്കുറ്റ അവനില്ല. സാറ് നോക്കിക്കോ, നാളെ ഞങ്ങള് കാണിക്കാൻ പോണ പെണ്ണ് സാറിന്റെ ലൈഫില് ഒരു സന്തോഷത്തിന്റെ ചന്ദനക്കുടം മഹോത്സവമായിരിക്കും. അതെനിക്ക് ഉറപ്പാ. എന്ത് മഹോത്സവം? ചന്ദനക്കുടം മഹോത്സവം. വാസോണ അപ്പുറത്ത് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും കൊണ്ടേ കൊടുക്ക് വേഗം. പുറവശത്ത് പട്ടി കിടപ്പുണ്ട്, പിടിച്ചോണ്ട് കൂടെ കടിച്ചു പറിക്കട്ടെ. ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതെടാ, അയക്ക് പെണ്ണിനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് സമ്മാനം തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടുകളെന്നെ കൂട്ടിക്കൊണ്ടൊന്ന് സോഡാ പൊട്ടിച്ച് രസിക്കാണല്ലടാ. രണ്ടെണ്ണത്തിനെയും പരിപാടി ഞാൻ പൊട്ടിച്ച് കൈ തന്നില്ലെങ്കിൽ എന്നെ എന്ന് വിളിച്ചോ. ചേട്ടൻ പട്ടിയാ? അതേടാ, വെറും പട്ടിയല്ല, പേപ്പട്ടി. നിന്നെയൊക്കെ കടിച്ചു കിടാവുന്ന പേപ്പട്ടി. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഒരു പൊട്ട് പൊട്ടിയാൽ അതോടെ തീർന്ന് ഗ്യാസ്. പൊട്ടുന്നതിന് മുമ്പ് നമ്മള് ലൈഫ് എൻജോയ് ചെയ്യേ, പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണേ? അല്ല സാറിനൊന്നും മിണ്ടാത്ത. സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. യുനോ ദാറ്റ്സ് മൈ വീക്ക്നെസ്. എന്റെ ലൈഫിൽ എനിക്ക് രണ്ട് വീക്കണസാ. ഒന്ന് ഫോട്ടോ എടുക്കലും ഒന്ന് സംസാരിക്കലും. കാണാനുള്ളത് പെമ്പിളരെ കണ്ടാ ഞാനൊന്ന് ക്ലിക്ക് അടിക്കും. പിന്നെ സ്നേഹമുള്ളവരെ കണ്ട സംസാരിച്ച് കൊല്ലി ഞാൻ. അത് വേറെ കേസ്. എന്താ നോക്കണേ? നീ കൊല്ലുവല്ലേ? കൊല്ലി ഞാൻ. ഇല്ലോ അത് എന്റെ ഒരു വീക്ക്നെസ്സാ. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. സാറിന് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഫോക്കസ് ആൻഡ് ദെൻ ക്ലിക്ക്. അതാണ് മുസ്തഫ. സാറെന്തേ? സാറടുത്ത് പോയി. അകത്തേക്ക് പോയോ? ആ, പോയി. എന്റെ പഴമങ്ങാടി ഗണപതി, ഞാൻ തട്ടപ്പുറത്ത് കളിക്കാൻ പോവാ. അയക്ക് പേപ്പയോ എഴുതെറ്റിപ്പോയി. എനിക്ക് നിങ്ങളുടെ കാര്യം പോക്ക. ഞാൻ ഇഷ്ടപ്പെട്ടു. Hands up. Hands up. എന്റെ ഡയാനെ കൊന്നില്ലേ? ഏതാനെ കൊന്നു ഇയാളീ പറയുന്നത്? നീ എന്റെ ഡയാനെ കൊന്നു. അതിന് ഞാൻ എന്ത് വഴി? നിങ്ങൾ കൂട്ടി നിന്നു, ഇവൻ കൊന്നു. കള്ളം, പച്ചച്ചള്ളം. Don't move. പോവില്ല. Very loud. I will shoot you. എന്റെ കയ്യില് ഒക്കെ റെഡി ചേച്ചി? ഒക്കെ റെഡിയായി. എന്നാ വാ, സാറ് കാത്തിരിക്കാ. ഇയാൾ എനിക്ക് നല്ലപോലെ ചേരുമല്ലേ മുസ്തഫ? പിന്നെ നിറം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ, അത് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിറത്തിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. കൂടൂല പറയൂല. പിന്നെ എന്തിനു പറയണ്? നിങ്ങ രണ്ടുപേരും കൂടി നടന്നു പോണ കണ്ട കാക്ക തേങ്ങപ്പൂള് കടിച്ച പോലെ ഉണ്ട്. ആഹാ, എന്ത് ഭീകരത. ഏ? അതെ, പെണ്ണ് കാണാൻ ആള് വന്ന വിവരം പുള്ളിക്കാരനെ ഒന്ന് അറിയിക്കണമല്ലോ. ആര്? കുര്യച്ചനോ? ബെസ്റ്റ്. അത് വേണോ? അയ്യോ വേണം, എന്റെ ഒരു വാശിയാണ് മുസ്തഫ. ചേച്ചി വാശിക്ക് മീശ പറഞ്ഞ ഞങ്ങളെ ട്രൗസർ കീറും. കുര്യച്ചായന് ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉണ്ണിയുടെ കഥ കഴിയും. സാറ് ദാഹിച്ചിരിക്ക. ചേച്ചി ഇപ്പൊ ചെന്നട്ടെ, സാറൊന്ന് കണ്ടട്ടെ. ചേച്ചി ഇപ്പൊ പോയാട്ടെ, ഞാൻ വരട്ടെ. എന്നാ അങ്ങനെ ആട്ടെ. ഇതാര് വാസുവോ? നീ മരിച്ചുപോയെന്നാണല്ലോ ആരോ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ല. എന്താ ഈ വഴിക്ക്? ചങ്ക് കലങ്ങിപ്പോന്ന ഒരു വിശേഷം അറിയിക്കാൻ വന്ന. തന്റെ പെണ്ണും പിള്ള ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ? ഒളിച്ചോട്ടമല്ല, കല്യാണാലോചന. തന്റെ ഭാര്യയ്ക്കോ? ഈ പ്രായത്തിലോ? എന്റെ ഭാര്യയ്ക്കല്ല, തന്റെ ഭാര്യയ്ക്ക്. ആ, താൻ ഭാര്യ വീട്ടിലോട്ട് ചെന്ന് നോക്ക്. ഇപ്പൊ അവിടെ പെണ്ണ് കാണല് തകൃതിയായിട്ട് നടക്കുകയാണ്. ബ്രോക്കർമാർ ആരാണെന്ന് അറിയാമോ? ആര്? തന്റെ ശമ്പളം പറ്റുന്ന എന്തിനവന്മാരെ മുസ്തഫേ ഊഞ്ഞി. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. കൊന്നില്ലേലും കുഴപ്പമില്ല, നല്ല 4 ചാമ്പ് ചാമ്പിയാ മതി. എന്നാ ഞാൻ ചാമ്പ ഓയ് ചാമ്പ് ചാമ്പി കൊല്ലും ഞാൻ.